എല്ലാവരും മറന്നുപോയൊരു കാര്യമുണ്ട്. ഹജ്ജിൻ്റെ അപ്പോസ്തലനായിരുന്ന ഇ അഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്ത് ഹജ്ജ് തീർത്ഥാടകരെ കൊള്ള ചെയ്യുകയായിരുന്നു ഇവിടെ. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരു മലയാളി, ഒരു ദക്ഷിണേന്ത്യക്കാരൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആവുന്നത്. ബഹുമാന്യനായിട്ടുള്ള ശ്രീ എ പി അബ്ദുള്ളക്കുട്ടി. അന്ന് ടിക്കറ്റിങ്ങിൽ, റൂം ബുക്ക് ചെയ്യുന്നതിൽ, അതുപോലെ തീർത്ഥാടകരെ കൊള്ളയടിക്കുന്നതിൽ എല്ലാം കമ്മീഷൻ ഇടപാടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഹജ്ജ് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകരോട് നിങ്ങൾ ചോദിക്കണം, മോദി സർക്കാർ വന്നതിന് ശേഷം ഇത്രയും സുതാര്യമായിട്ടാണ് ഹജ്ജ് തീർത്ഥാടനം നടക്കുന്നത്. അതുകൊണ്ട് ഹജ്ജിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി പരിഗണനാ വിഷയമാവേണ്ടതാണ് എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഉള്ള ചില പരാമർശങ്ങളെല്ലാം ഉടനെ നിങ്ങൾ കുത്തിപ്പോക്കണ്ട. കോൺഗ്രസിനും CPM-നും സമനില തെറ്റിയിരിക്കുകയാണ്. IND മുന്നണി തകർന്ന് തരിപ്പണമായതോടുകൂടി കൺവീനർ തന്നെ പോവുകയാണ്. പിന്നെ എന്ത് ചെയ്യും? IND മുന്നണിയുടെ കൺവീനർ തന്നെ സ്ഥലം വിടുകയാണ്. ഇനി ആരാണ് ആ മുന്നണിയിലുള്ളത്? ഇനി CPM-ഉം കോൺഗ്രസും മാത്രമേ ഉള്ളൂ. അവരാണെങ്കിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയും ചെയ്യാം. IND മുന്നണിയിൽ അവശേഷിക്കുന്ന 2 കക്ഷികളിപ്പോൾ CPM-ഉം കോൺഗ്രസുമാണ്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിന്ന് കണ്ടില്ലേ, കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും നമ്മൾ സഖ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിലേ ഉള്ളൂ. കേരളത്തിലും നമ്മൾ സഖ്യം ഉണ്ടാക്കണം എന്നാണ് കേന്ദ്ര കമ്മിറ്റി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതിനെ. വേഗം നിങ്ങൾ ആ നടപടിയിലേക്ക് നീങ്ങണം. IND മുന്നണിയിൽ അവശേഷിക്കുന്ന 2 കൂട്ടർ, ഒന്ന് കോൺഗ്രസ്സുകാരും ഒന്ന് CPM, ബാക്കിയെല്ലാം പോയി. മമത പോയി, പിന്നെ അഖിലേഷ് സീറ്റ് കൊടുക്കില്ലെന്ന് പറയുന്നു, നിതീഷ് കുമാർ പോയി, എല്ലാവരും പോയി. ഇവിടെയുള്ള 2 കക്ഷികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 ചരക്കുകൾ മാത്രമേ IND മുന്നണിയിലുള്ളൂ. എന്തിനാണ് ഇങ്ങനെ ഒരു മുന്നണി ഇവിടെ മത്സരിക്കുന്നത്? അല്ല, ചാടിയവനൊക്കെ എടുത്ത് തലയിൽ വെച്ചിട്ട് രാജാവാക്കി കൊണ്ടു കിടക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഞങ്ങളെ സഖ്യകക്ഷിയായിരുന്നു, സ്വാഭാവികമായ സഖ്യകക്ഷി. ആളെ കൊണ്ടുപോയിട്ട് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയിട്ട് ഇപ്പോൾ അയാളെ കുഴപ്പക്കാരനാണെന്ന് പറയണം. ആ പരിപാടി ഞങ്ങൾ ചെയ്യാറില്ല. ഉടനെ അറിയിക്കും. തീരുമാനമാവുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഖാവേ 2019 CPM-ന് എത്ര വോട്ട് നഷ്ടമായതിൽ വല്ല കണക്കുണ്ടോ? 2019 ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത, ഞങ്ങളെ ഒരു 2 ലക്ഷം വോട്ട് ചെയ്തിട്ട് ഈ ചോദ്യം ചോദിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അപേക്ഷിച്ച് എത്ര ലക്ഷം വോട്ട് കുറഞ്ഞു? ഞാൻ പറഞ്ഞുതരാം കണക്ക്. ഈ മാതിരി ചോദ്യം ഇങ്ങോട്ട് വേണ്ട. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുമായിട്ട് വരണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുമായിട്ട് വന്നാൽ LDF-ന്റെ ഗതി കഴിഞ്ഞ തവണ 1 ഉണ്ടായിരുന്നു. അങ്ങനെയാണോ നിങ്ങളിപ്പോൾ LDF പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് ആ വർത്തമാനമൊന്നും പറയാം. വേറെ ചോദ്യം. അല്ല, BJP-യുടെ വോട്ട് അന്വേഷണം നടക്കുന്നവർ ആദ്യം CPM-ന് എത്ര വോട്ട് ഉണ്ടായിരുന്നു? CPM-ന് 32 MP-മാരുണ്ടായിരുന്നു 10 കൊല്ലം മുമ്പ്. CPM-ആണ് അയോധ്യയിലെ ഫൈസാബാദിലെ ഇടതുപക്ഷ മുന്നണിയായിരുന്നു, സ്ഥാനാർത്ഥിയായിരുന്നു. 2009 വരെ അധികാരത്തിൽ അവിടെ MP ആയിരുന്നത്. അതെല്ലാം പോയി അറബിക്കടലിൽ മുങ്ങിയതിനു ശേഷം ഇപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. BJP വളരുന്ന പാർട്ടിയാണ് ഇന്ത്യയിലും കേരളത്തിലും. യെസ്, അടുത്ത ചോദ്യം. ഇതാ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ, അക്കോമഡേറ്റ് ചെയ്യുന്നില്ല എന്നങ്ങനെ നിങ്ങൾ പറയുന്നത്. അബ്ദുള്ളക്കുട്ടിയെ പാർട്ടിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ്. മറ്റ് പാർട്ടികളെ പോലെയല്ല, ഞങ്ങൾ പാർട്ടിയിലേക്ക് വരുന്നവരെ അർഹമായിട്ടുള്ള പരിഗണന നൽകി അവരെ ആദരിക്കുന്നവരാണ്. CPM-നെയും കോൺഗ്രസിനെയും പോലെ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ അവരെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്നവരല്ല. എല്ലാ രാജ്യത്തും മുഖ്യമന്ത്രിമാരെ നിങ്ങൾ നോക്കിക്കോ. ഹിമന്ത് ബിശ്വ ശർമ്മ ആണല്ലോ, രാഹുൽ ഗാന്ധിയുടെ വലങ്കയായിരുന്നു BJP-യുടെ മുഖ്യമന്ത്രി. ഞാൻ പറയണോ പേരുകൾ? ഇഷ്ടം പോലെ പേരുകൾ പറയാം. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ്. അതിൽ നിങ്ങൾ വെറുതെ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് അതിലൊന്നും പരാതിയില്ല. ഭീമൻ രഘുവിനെ കിട്ടിയവരവസ്ഥ ഇപ്പൊ കണ്ടില്ലേ? എന്നെ വിളിച്ചിട്ട് എത്ര ആൾക്കാരാണ് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകും. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഭീമൻ രഘുവിനെ ഏറ്റെടുത്ത ആളുകൾ ഗതികെട്ടിരിക്കുക, മാറിയിരിക്കുകയാണ്. അവര് പറയാണ്, ഞാൻ പറയുന്നല്ല. അതുകൊണ്ട് ഭീമൻ രഘുവൊക്കെയാണോ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അല്ല, അതാ പറഞ്ഞത്. CPM-ന്റെ ചർച്ചയിൽ വരുന്ന പാനലിസ്റ്റ് പറയാണ് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിയെടുക്കണം.
ഞാനല്ല പറഞ്ഞിരിക്കുന്നത്,